കോടതിയിൽ വിധി നിർണയിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി നിർണയിക്കപ്പെട്ട ഒട്ടനവധി കേസുകൾ കേരളത്തിലുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ പിന്തുണ തള്ളിക്കളയാൻ ആവുകയില്ല. അത്തരത്തിൽ വർക്കലയെ നടുക്കിയ ഒരു കൊലപാതക കേസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സലീം വധക്കേസ്. 32കാരന്റെ തിരോധാനം ചെന്നെത്തിയത് കൊലപാതകത്തിലേക്ക്. സൗദി അറേബ്യയിൽ പണമിടപാട് ബിസിനസ് ആയിരുന്നു സലീമിന്. ലീവിന് വേണ്ടി നാട്ടിലേക്ക് വരികയും പെട്ടെന്നൊരു ദിവസം കാണാതാവുകയും ചെയ്യുകയായിരുന്നു. വർക്കല പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗ് അന്വേഷണം നടന്നു വരുന്നുണ്ടെങ്കിലും ശക്തമായ തെളിവുകളോ പ്രതിയിലേക്ക് എത്തുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സലീമിന്റെ ഭാര്യ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയും തുടർന്നുള്ള അന്വേഷണം ആറ്റിങ്ങൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ കൈമാറുകയും ചെയ്യുകയായിരുന്നു. സലീമിനെ കാണാതായതിനു 12 ദിവസത്തിനകം കേസ് തെളിയിക്കപ്പെടുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഭാര്യയിൽ നിന്നും കിട്ടിയ തെളിവുകളാണ് പ്രതിയിലേക്ക് നയിച്ചത്. സനോബർ, ഷെരീഫ് രണ്ടുപേരും സലീമിന്റെ ഉറ്റ കൂട്ടുകാർ. സലീമിനെ കാണാതായതു മുതൽ ഷെരീഫിന്റെ സാന്നിധ്യം വീട്ടിലും വീട്ടുകാർക്കിടയിലും ഉണ്ടായിരുന്നു. എന്നാൽ സലീമിന്റെ ഉറ്റ കൂട്ടുകാരനായ സനോബർ ഒന്ന് വിളിച്ചന്വേഷിക്കുക പോലും ചെയ്തിരുന്നില്ല. പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണം ഷെരീഫിലേക്ക് എത്തുകയും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയുമായിരുന്നു ഷെരീഫ്. സലീമിന്റെ കയ്യിൽ നിന്നും അമിത തുക കൈപ്പറ്റിയ ഷെരീഫ് അത് തിരികെ നൽകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സലീമിനെ കൊന്നത്. എന്നാൽ ഇതിനു വേണ്ട ഒത്താശകൾ മുഴുവൻ ചെയ്തത് സൗദി അറേബ്യയിലെ സനോബർ തന്നെ. വളരെ തന്ത്രപരമായി സലീമിനെ ഷെരീഫിന്റെ വാടക വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. മദ്യത്തിനായുള്ള ഐസിൽ 60ഓളം നൈട്രസ് ടാബ്ലറ്റുകൾ പൊടിച്ചു ചേർക്കുകയും ബോധരഹിതനായ ശേഷം കുളിമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി സലീമിന്റെ ശരീരം 16 കഷ്ണങ്ങളാക്കുകയും 9 പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ പാക്ക് ചെയ്ത് മറവ് ചെയ്തു. സാഹചര്യ തെളിവുകളുടെ കൂടെ തന്നെ സഹായകമായ ഒന്നാണ് ശാസ്ത്രീയ തെളിവുകൾ. ഒന്നാം പ്രതിയായ ഷെരീഫിന്റെ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ശവശരീരങ്ങൾ സലീമിന്റേത് തന്നെയെന്ന് ഉറപ്പിക്കുവാൻ നടത്തിയ DNA ടൈപ്പിംഗ് സലീമിന്റെ ഉമ്മയുടെയും ആങ്ങളുടെയും DNA സാമ്പിളുമായി മാച്ച് ചെയ്യുന്നു. വീടിനുള്ളിലെ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയ ഐസ് ട്രേയിൽ നൈട്രസ് 10 ടാബ്ലറ്റുകളുടെ സാന്നിധ്യം കണ്ടെടുത്തു. കൂടാതെ കുഴിയിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ സലീമിന്റേത് തന്നെയെന്ന് തിരിച്ചറിഞ്ഞു. കഴുകി വൃത്തിയാക്കിയ കുളിമുറിയിൽ നിന്നും ചോരയെന്ന് സംശയിക്കുന്ന കറകൾ ഫോറൻസിക് വിദഗ്ധർ കണ്ടെടുത്തു. ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായത്തോടെ അത് ചോരയെന്ന് തന്നെ സ്ഥിരീകരിച്ചു. ശവക്കുഴിയിൽ നിന്നും കണ്ടെത്തിയ വെട്ടുകത്തിയിലെ രൂപവ്യതിയാനം തലയോട്ടി പോലെയുള്ള കാഠിന്യമേറിയ പ്രതലത്തിൽ പ്രയോഗിച്ചത് മൂലമാണെന്ന് ഫോറൻസിക് എക്സ്പെർട്ട് മൊഴി നൽകി. കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന്റെ സഹായത്തോടെ കരളിലും കുടലിലും അടങ്ങിയത് നൈട്രസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന സോൾബിഡം രാസവസ്തുവാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് സർജന്റെ സഹായത്തോടെ തലക്കേറ്റ ആഴമേറിയ മുറിവുകൾ മരണകാരണമാണെന്ന് സ്ഥിരീകരിച്ചു. സാഹചര്യ തെളിവുകളെല്ലാം ഷെരീഫിനെതിരായിരുന്നു. കൃത്യം നടന്ന ദിവസം സലീം സഞ്ചരിച്ച കാർ റോഡരികിൽ പാർക്ക് ചെയ്ത് ഒരു അംബാസിഡർ കാറിൽ കയറിപ്പോകുന്നത് ഓട്ടോ ഡ്രൈവർ കാണാൻ ഇടയായി. കുറച്ചു നാളുകൾക്കു ശേഷം സലീമിനെ കാണാനില്ല എന്നുള്ള പത്രവാർത്ത കാണുകയും 10 ദിവസത്തിനു ശേഷം അയാളുടെ മരണവാർത്ത അറിയുകയുമായിരുന്നു ഓട്ടോ ഡ്രൈവർ. അറ്റകുറ്റപ്പണികൾക്കായി തന്റെ അംബാസിഡർ കാർ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചുവെങ്കിലും ഉടനെ വരാമെന്ന വ്യാജേന അയാൾ കാർ തിരികെ വാങ്ങി. പിന്നീട് വാഹനം ഒരു അപകടത്തിൽപ്പെട്ടെന്നും അത് പോലീസ് സ്റ്റേഷനിലാണെന്നും ഷെരീഫ് മെക്കാനിക്കിനോട് പറഞ്ഞു. കൃത്യം നടന്ന അന്നേ ദിവസം രാവിലെ 10 മണിയോടെ അംബാസിഡർ കാർ ഷെരീഫിന്റെ വീട്ടുവളപ്പിൽ കണ്ടവരുണ്ട്. എന്നാൽ 5:30യോടെ ആ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും സാക്ഷികൾ മൊഴി നൽകി. ഫോൺ കോൾ പരിശോധനയിലൂടെ ഷെരീഫിന്റെ വ്യാജ സിമ്മിൽ നിന്നും ഒരുപാട് കോളുകൾ സലീമിനെ പോയിട്ടുണ്ട്. എന്നാൽ ഈ വ്യാജ സിമ്മിനെ ഉപയോഗിച്ച രേഖകൾ സനോബറിന്റേതായിരുന്നു. കൃത്യം നടന്നതിന്റെ തലേ ദിവസം ഉറക്കമില്ല എന്ന വ്യാജേനെ ഡോക്ടറെ പോയി കാണുകയും നൈട്രസ് 10 ടാബ്ലറ്റ് ഗുളികകൾ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങുകയും അത് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് വാങ്ങിയതിനും സാക്ഷികളും തെളിവുമുണ്ട്. മേൽപ്പറഞ്ഞ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതിയായ ഷെരീഫിനെ തിരുവനന്തപുരം സെക്ഷൻ കോടതി തൂക്കുകയർ വിധിക്കുകയും സനോബറിനെ പിഴയും നൽകി. ഫോറൻസിക് സയൻസ് എന്ന ശാസ്ത്രശാഖ ഓരോ കേസ് അന്വേഷണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നതിൽ സംശയമില്ല. സലീം മർഡർ കേസിൽ DNA ഫിംഗർ പ്രിന്റിംഗ് പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യ മൃതദേഹം തിരിച്ചറിയാനും രക്തബന്ധം തിരിച്ചറിയാനും സഹായിച്ചു. അത് കോടതിയിൽ തെളിവായി ഉപയോഗിക്കുവാനും കഴിഞ്ഞു. പ്രൊബേറ്റീവ് വാല്യൂ കൂടുതലുള്ളതും DNA തെളിവുകൾക്കാണ്.
കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെയും ഫോറൻസിക് സർജന്റെയും കണ്ടെത്തലുകൾ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് സഹായകമായി.